വഹിച്ചു. പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാനൊരു സുന്ദരമായ വൈകുന്നേരം ആശംസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാകും, ഇല്ലേ? നമ്മളെ കൊണ്ട് പറ്റില്ല, വയ്യ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്തോഷം എന്നത് സമാനതകളില്ലാത്തതാകും. അപ്പോൾ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ തന്നെ സ്വയം വിധി എഴുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതിൽ വിജയം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു തീരുമാനമാകും. അപ്പോൾ പ്രിയ പ്രേക്ഷകർ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ, അങ്ങനെ ഏതെങ്കിലും കാര്യം, ചെറിയ കാര്യമായാലും എനിക്ക് പറ്റില്ല അല്ലെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് കരുതി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കൂ. എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് അതിനെ സമീപിച്ചാൽ നമുക്ക് അത് നേടിയെടുക്കാൻ തന്നെ കഴിയും. അപ്പോൾ നമുക്ക് ഈ നല്ല ചിന്തയോട് കൂടി തന്നെ ഇന്നത്തെ നേരം വൈകുന്നേരം ആരംഭിക്കാം. ഒരുപാട് വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്ക് കടക്കാം. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർന്ന ദിവസമാണ് ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏകദിന പ്രതിഷേധ സത്യാഗ്രഹ സമരം നടക്കുകയാണ്. മന്ത്രിമാരും ജനപ്രതിനിധികളും LDF നേതാക്കളും വൈകിട്ട് 5 വരെ നീളുന്ന ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. മോദി സർക്കാരിനും UDF-നുമെതിരെ അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. അതേസമയം തന്നെ സമരമുഖത്തെ ജോസ് കെ മാണിയുടെയും MP ശ്രേയാംസ് കുമാറിന്റെയും അഭാവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചു. ഇന്ന് നമുക്കത് എന്താണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ, എന്തിനായിരുന്നു ഈ സമരം എന്നതൊക്കെ വിശദമായി തന്നെ നോക്കാം. സത്യാഗ്രഹത്തിലൂടെ സുപ്രധാനമായ ഒരു സമരമുഖമാണ് തുറക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു. ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ കുറിച്ചിരുന്നു. കേരളം കൈവരിച്ച പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിൽ ജനപ്രതിനിധികൾക്കൊപ്പം നാടൊന്നാകെ അണിനിരക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലെ സമരത്തിൽ മന്ത്രിമാരും MLA-മാരും ഇടതുമുന്നണി നേതാക്കളുമൊക്കെ ഇന്ന് അണിനിരന്നു. മോദി സർക്കാരിനും UDF-നുമെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നത് പിടിച്ചുപറിയാണെന്നും അതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. LDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ നാട് മുന്നോട്ടു പോകാൻ പാടില്ലെന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുള്ള സമീപനമാണ് ഇത് എന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ധനകാര്യ കമ്മീഷനിൽ നിന്നുള്ള വിഹിതം ആരുടെയും ഔദാര്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് മറുപടി നൽകി. ഈ നാടിനെ തകർക്കരുത്, ഈ നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കരുത്, ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങൾ, ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത്. ഈ കാര്യത്തിൽ കടുത്ത തിക്തമായ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. സമരം കേന്ദ്രത്തിനെതിരെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് വിമർശന മുന മുഖ്യമന്ത്രി പ്രതിപക്ഷത്തേക്കും നീട്ടിയത്. കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നത് UDF പിന്തുണ, ആ പിടിച്ചുപറിക്ക് UDF പിന്തുണ നൽകുന്നു എന്ന കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉയർത്തിയത്. അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കേന്ദ്ര സർക്കാരിനെതിരായ LDF സമരത്തെ പരിഹസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത്. നരേന്ദ്രമോദിയുടെ മുൻപിലും
അമിത്ഷായുടെ മുൻപിലും ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളതെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തുന്നു. അതിന്റെ കൂടെ ഞങ്ങളില്ല. RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ എന്ന വിമർശനം കൂടി വി.ഡി. സതീശൻ ഇന്ന് ഉന്നയിച്ചു. PM ശ്രീ പദ്ധതിയിൽ അടക്കം സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നോക്കൂ, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ സമരം കേന്ദ്രത്തിനെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന സമരം കേന്ദ്രത്തിനെതിരെയാണ്. കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിനെതിരെയാണ്. പക്ഷേ അതിശക്തമായ വിമർശനവുമായാണ് ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നതെന്ന് വേണം നമ്മൾ കാണാൻ. കേരളത്തിന്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി നടന്ന സമരമാണ്. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് BJPയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് BJPയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലുള്ള പ്രതിനിധികളാണ്. CPM സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കൽ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സമരത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് പ്രതികരണമായി പറഞ്ഞു. വികസിത കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇലക്ഷൻ അടുക്കുന്ന സമയം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചെയ്തത് എന്തൊക്കെയെന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ CPM സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിന്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു. കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരമുഖം തുറക്കുക എന്നതായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന ലക്ഷ്യമെങ്കിലും ഈ സമരം പുരോഗമിക്കുമ്പോൾ ഈ സമരമുഖത്തെ ജോസ് കെ മാണിയുടെയും MV ശ്രേയംസ് കുമാറിന്റെയും അഭാവമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് ചില വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൌദ്യോഗികമായി തുടക്കം കുറിക്കുന്നതായിരുന്നു കേന്ദ്രത്തിനെതിരായ ഈ സമരം. കേരള കോൺഗ്രസ് എമ്മും RJDയും മുന്നണി മാറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ജോസ് കെ മാണിയും MV ശ്രേയംസ് കുമാറും സമരത്തിന് എത്താതിരുന്നതാണ് പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത്. കഴിഞ്ഞ 2 LDF യോഗത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിൽക്കണമെന്ന വികാരം കേരള കോൺഗ്രസ് M പ്രവർത്തകരിലുണ്ട്. ഈ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി പാർട്ടി നേതാക്കളോട് അടുപ്പമുള്ള സമുദായ നേതൃത്വം വഴി ഇക്കാര്യം UDFനെ ധരിപ്പിച്ചതായിട്ടുള്ള സൂചനകളും ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പിന്തുണച്ചു പോന്ന വിഭാഗങ്ങളുടെയും സമുദായ നേതൃത്വത്തിന്റെയും ഉറച്ച സഹായം ലഭിച്ചാലേ ജയിക്കാനാകൂ എന്നും പാർട്ടി MLAമാരിൽ ചിലർ കരുതുന്നു എന്നൊക്കെയായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണിയുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയായത്. എന്നാൽ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിനും MLAമാരായ N ജയരാജും ജോബ് മൈക്കിൾ, പ്രമോദ് നാരായണൻ എന്നിവർ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നത് നമ്മൾ കാണണം. വർഗീസ് ജോർജ് RJDയെ പ്രതിനിധീകരിച്ചും ഈ സമര പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്രത്തിനെതിരെ സർക്കാർ ഇതുവരെ നടത്തിയ സമരങ്ങളിലെ ശക്തമായ ഒരു ഏടായി ഇന്നത്തെ നിരാഹാര സത്യാഗ്രഹം മാറിയിരിക്കുകയാണ്. വികസനം ഉയർത്തിക്കാട്ടി നിയമസഭാ പ്രചരണത്തിന് തുടക്കം കുറിച്ച് അമിത്ഷാ മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സാമ്പത്തിക ഞെരുക്കത്തിലാക്കി സംസ്ഥാനത്തെ പിന്നോട്ടടിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചതിന്റെ കണക്ക് മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞത്. വരുന്ന പൊതുബജറ്റിലാണ് കേരളത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും ഈ ഉയരുന്ന പ്രതിഷേധം കണ്ടും കേന്ദ്ര സമീപനം മാറുമോ എന്നത് കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് തിരുവല്ല കോടതി.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുകയും ചെയ്തു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. അതിനുശേഷമാകും ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ കൂടി ഇന്ന് പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആലോചനകൾ തുടങ്ങിയിരിക്കുകയും ആണ്. അപ്പോൾ ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് തിരുവല്ല കോടതിയുടെ ഉത്തരവ്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറണ്ടും ഇന്ന് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമാണ് എന്ന കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഈ കേസിൽ ക്രൈം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നതാണ് അപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചത്. കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും പ്രതിയെ ഹാജരാക്കിയ ശേഷം നാളെ കോടതി അന്തിമ തീരുമാനം എടുക്കും എന്നതാണ് സൂചന. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള SITയുടെ അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ആണ് കോടതി ഇന്ന് പരിഗണിച്ചത്. അതിനുശേഷമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഇപ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട കോടതിയിൽ നിന്ന് കേസ് സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ എത്താത്തതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി ഇത് മാറ്റിവെച്ചത്. പക്ഷേ സെഷൻസ് കോടതിയിൽ മാത്രമാകും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ലഭിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ വേഗം മേൽക്കോടതികളെ സമീപിക്കാനുള്ളൊരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് കോടതി കടക്കുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ജയിലിൽ കടക്കണം. നാളെ ആ കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമുണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. മറ്റ് പുറത്തുനിന്ന് വന്ന ആരെയും കാണാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിലിൽ കഴിയുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു ദിവസം കൂടി അവിടെ കിടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു ഉറപ്പായും. മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഭീഷണിയും വെല്ലുവിളിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നതിന്റെ തെളിവുകൾ കൂടി ഇന്ന് പുറത്തുവന്നു. തനിക്കും കുടുംബത്തിനുമെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും എന്ന ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് നിങ്ങൾ താങ്ങില്ല എന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി വീട്ടിൽ വരും എന്നതൊക്കെയാണ് ഈ ഭീഷണിയിൽ പറയുന്നത്. ഗർഭിണിയായ യുവതി ആ ദുഃഖം താങ്ങാനാകാതെ വിളിക്കുമ്പോൾ കുഞ്ഞിനെ ഉൾപ്പെടെ കൊന്നുകളയാൻ ആവശ്യപ്പെടുന്ന, കൊന്നുകളയുമെന്ന് ആ യുവതിയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ശബ്ദ സംഭാഷണം. ഈ രീതി തന്നെയാണ് എല്ലാ സ്ത്രീകളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഭീഷണിയാണ്. എല്ലാം തകർന്നു നിൽക്കുന്നവനാണ്, എന്തും ചെയ്യാൻ മടിക്കില്ല. ഒരു MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഒരു സ്ത്രീക്ക് അയക്കുന്ന സന്ദേശങ്ങളാണ് ഇത് എന്നത് കൂടി നമ്മൾ ഓർക്കണം. അതിനിടെ ഈ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് SIT. ബലാത്സംഗ കുറ്റം ചുമത്തിയതും ഉൾപ്പെടെയുള്ള കേസ് വിവരങ്ങൾ SIT കൈമാറിയിട്ടുണ്ട്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അയോഗ്യത ആവശ്യപ്പെട്ട് LDF MLA-മാർ ഉടൻ പരാതി നൽകും എന്നതാണ് അറിയുന്നത്. ഇങ്ങനെ ഒരു അയോഗ്യത നീക്കം സഭയിൽ വന്നാൽ അതിന്റെ സാധ്യത എന്താണ്? വളരെ
കുറച്ചു മാത്രം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സാധ്യതയാണ് ഇത്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ MLA അയോഗ്യനാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ലോക്സഭാ മുൻ സെക്രട്ടറി PDT ആചാരി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് റേപ്പ് കേസ് വന്ന ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിനെ അസംബ്ലിയിൽ നിന്ന് നീക്കാൻ അസംബ്ലിക്ക് കഴിയണമല്ലോ. അസംബ്ലിക്ക് അതിന് അധികാരമുണ്ട്. അതായത് ഇപ്പോൾ സ്പീക്കർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ ഇഷ്യൂ വിടുകയും ആ കമ്മിറ്റി അത് എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. സഭ അതിന്റെ മേൽ ആക്ഷൻ എടുത്താൽ ഈ മെമ്പർ ഔട്ടാണ്. അതാണ് സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആ അടിസ്ഥാനത്തില് ഈ മെമ്പർക്കെതിരായിട്ട് മോഷൻ കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ മോഷൻ പാസ്സാക്കിയാൽ മെമ്പർ അസംബ്ലിക്ക് വെളിയിലായി. അതായത് മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. ഭൂരിപക്ഷം അനുസരിച്ച് ആ പ്രമേയം പാസ്സാക്കിയാൽ പിന്നെ മെമ്പറുടെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതാണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ട് റേപ്പ് കേസ് വന്ന ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിനെ അസംബ്ലിയിൽ നിന്ന് നീക്കാൻ അസംബ്ലിക്ക് കഴിയണമല്ലോ. അസംബ്ലിക്ക് അതിന് അധികാരമുണ്ട്. അതായത് ഇപ്പോൾ സ്പീക്കർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ ഇഷ്യൂ വിടുകയും ആ കമ്മിറ്റി അത് എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. സഭ അതിന്റെ മേൽ ആക്ഷൻ എടുത്താൽ ഈ മെമ്പർ ഔട്ടാണ്. അതാണ് തീർച്ചയായും. എന്തായാലും ഇതിന്റെ സാധ്യതകൾ വിവരിക്കുകയാണ് PDT ആചാരി ചെയ്തിരിക്കുന്നത്. അതിനുള്ള സാധ്യതകളുണ്ട്. സഭയ്ക്ക് അതിനുള്ള കഴിവുണ്ടാകണം, അതിനുള്ള വ്യവസ്ഥയുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മോഷൻ കൊണ്ടുവന്നും ഭൂരിപക്ഷത്തിൽ അത് പാസാക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കാൻ കഴിയും. പക്ഷേ ഇതിനെതിരെ ഇതിന്റെ സാധ്യത സംബന്ധിച്ച് മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന സമയത്ത് നിയമസഭാ അംഗത്വം സ്വാഭാവികമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടെന്നിരിക്കെ ഇങ്ങനെ ഒരു നീക്കം സാധ്യമാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തതയാണ് ഇപ്പോൾ PDT ആചാരി വരുത്തിയിരിക്കുന്നത്. സഭയിൽ വരുമ്പോൾ നിലപാട് പറയാം ഈ വിഷയത്തിൽ എന്നതാണ് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യം നിയമസഭയിൽ ചർച്ചയാകട്ടെ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. രാഹുലിനെതിരെ കോൺഗ്രസ് കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുമാണ് KC വേണുഗോപാൽ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് ധൈര്യപൂർവ്വം കോൺഗ്രസ് പാർട്ടി എടുത്തത്. ഇക്കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. രാഹുൽ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുന്നതെന്ന ഇന്നലത്തെ ചോദ്യം VD സതീശൻ ആവർത്തിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. സാങ്കല്പിക ചോദ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വിവരം പറയാം എന്നതാണ് പറയുന്നത്. ഇത് കൂട്ടായി എടുക്കേണ്ടുന്ന തീരുമാനമാണ്. അപ്പോൾ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ധാരണ ഉണ്ടായിട്ടില്ല എന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. എന്തായാലും രാഹുൽ വിഷയം കോൺഗ്രസിന്റെ ജീർണതയായി തുറന്നു കാട്ടാനാണ് CPMന്റെ നീക്കം. സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിന്റെ ചെയ്തികൾ കോൺഗ്രസിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ ഇര പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും
പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും അപമാനിച്ചതിന് രാഹുൽ ഈശ്വറിന് പുതിയ നിയമക്കുരുക്ക് കൂടിയുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി രാഹുൽ ഈശ്വറിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയെന്നതാണ് രാഹുൽ ഈശ്വറിന്റെ പുതിയ വാദം. തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായി ജയിലിലിട്ടു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും വന്നു. ഞാൻ ഏകദേശം 16 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട ഒരു കാര്യത്തിന് 16 ദിവസത്തോളം ജയിലിലിടുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതുകൊണ്ടും പുരുഷന്മാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതുകൊണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ വേണ്ടി പോലീസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു. 16 ദിവസം ജയിലിൽ കിടന്നു എന്നതാണ് രാഹുൽ ഈശ്വർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ എന്നിട്ടും പാഠം പഠിച്ചില്ല എന്നതാണ് അതിനുശേഷവും പുറത്തു വന്ന അതിജീവിതമാർക്കെതിരെ എടുക്കുന്ന നിലപാടിലൂടെ രാഹുൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര നീചനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് വിളിച്ചു പറയുന്നതാണ് ഓരോ പരാതിയുടെയും ഉള്ളടക്കം. ചതിയും വഞ്ചനയും ബലാത്സംഗവും സ്ത്രീകളോടുള്ള അതിക്രമവും ഭീഷണിയുമെല്ലാം സൈക്കോ ക്രിമിനലാണ് അയാളെന്ന് വിളിച്ചു പറയുന്നു. ഇനി അയാൾ MLA സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ നാടിന് തന്നെ അപമാനമാണ്. നടപടിയെടുത്തു എന്ന് പറയുന്ന കോൺഗ്രസ് അവർ തന്നെ കയ്യിൽ വെച്ചുകൊടുത്ത MLA സ്ഥാനം തിരിച്ചു വാങ്ങാനുള്ള നീക്കത്തിനൊപ്പവും ഉണ്ടാകണം. ഒപ്പം നിന്ന് കൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രിമിനൽ പ്രവർത്തികളിൽ പാർട്ണർമാരായ ഫെനി നയനാനെ പോലെയുള്ളവരെ പാർട്ടിക്ക് പുറത്താക്കാനും കോൺഗ്രസ് നടപടിയെടുക്കണം, അവരുടെ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ. രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അതിർത്തിയിൽ സുരക്ഷ ഉയർത്തിയിട്ടുമുണ്ട്. അതീവ ജാഗ്രതയിലാണ് അതിർത്തികൾ. അപ്പോഴും ചില ആശങ്കയുണർത്തുന്ന വാർത്തകൾ വരുന്നു അതിർത്തി മേഖലയിൽ നിന്നും. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ ഡ്രോൺ നീക്കങ്ങൾ നടക്കുന്നു. ഇന്ത്യൻ സൈന്യം അത് തകർത്തു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതേസമയം തന്നെ മേഖലയിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ ഡ്രോൺ നീക്കങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നു. രജൌരി, സാംബ, പൂഞ്ച് സെക്ടറുകളിലാണ് ഈ ഡ്രോണുകൾ കാണപ്പെട്ടത്. രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിൽ അതിർത്തി കടന്നെത്തിയ പാക് ഡ്രോണിന് നേരെ സൈന്യം വെടിയുതിർത്തു. ഇന്ന് മാത്രം 5 ഡ്രോൺ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 6:35 നൌഷേര സെക്ടറിലെ ഗനിയ, കൽസിയാൻ ഗ്രാമങ്ങളിലെ മുകളിലാണ് ആദ്യ ഡ്രോൺ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ സൈന്യം മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു. ഇതോടെ ഡ്രോൺ പാക് അതിർത്തിയിലേക്ക് തന്നെ തിരിച്ചുപോയി. രജൌരിയിലെ തന്നെ ഖബ്ബർ ഗ്രാമത്തിലും സാംബയിലെ രാംഗഡ് സെക്ടറിലും പൂഞ്ചിലെ മാങ്കോഡ് സെക്ടറിലും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു. ആയുധങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നറിയാൻ സൈന്യം മേഖലയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിവരികയാണ്. ഇന്ത്യയിലേക്ക് അനധികൃതമായി ആയുധങ്ങൾ കടത്തുന്നതിന് പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാംബ സെക്ടറിൽ പാക് ഡ്രോൺ വർഷിച്ച ആയുധശേഖരം സുരക്ഷാസേന കണ്ടെത്തിയിരുന്നു. സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള ഖഡ്വാളിലെ പലൂര ഗ്രാമത്തിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ഉപയോഗിച്ച് വർഷിച്ച ഒരു ആയുധശേഖരം സുരക്ഷാസേന കണ്ടെടുത്തിരുന്നു. 2 പിസ്റ്റളുകൾ, 3 മാഗസിനുകൾ, 16 റൌണ്ടുകൾ, ഒരു ഗ്രനേഡ് എന്നിവ കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. ഇതോടെ കുറഞ്ഞു വന്ന ഡ്രോൺ നീക്കങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ആയുധങ്ങളോ മയക്കുമരുന്നോ അതിർത്തിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൈന്യം മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിരീക്ഷണ സംവിധാനങ്ങളും ആധുനിക ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ അതിർത്തി മേഖലകൾ കാത്തുവരുന്നത്, അവിടെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റേതെന്ന പേരിൽ ഒരു ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് ഏതു നിമിഷവും
ആക്രമണം നടത്താൻ തയ്യാറായി വൻതോതിൽ ചാവേറുകൾ സജ്ജമാണെന്ന സന്ദേശം ആയിരുന്നു അതിന്റെ ഉള്ളടക്കം. ആ ഓഡിയോ സന്ദേശത്തിന്റെ ഉള്ളടക്കം അതായിരുന്നു, ആ അവകാശവാദമായിരുന്നു അതിനുണ്ടായിരുന്നത്. തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി അനേകം പേരുണ്ട് എന്നത് ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നോ അതിന്റെ വിശ്വാസ്യതയോ ഒന്നും തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇന്ത്യൻ അന്വേഷണ സംഘങ്ങൾ വളരെ വിശദമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല. പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റേതെന്ന പേരിൽ ഇതിനു മുൻപും ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് സൈന്യം അതിനെ നോക്കിക്കാണുന്നത്. ജമ്മുവിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ ആ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ജെയ്ഷെ മുഹമ്മദിന് നേരിട്ടത്. ഇന്ത്യൻ ആക്രമണത്തിൽ അസറിന്റെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു സന്ദേശം വരുന്നത് എന്നത് വളരെ ഗൗരവത്തിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിക്ക് ഉള്ള തയ്യാറെടുപ്പും മുന്നറിയിപ്പുമാണോ ഇത് എന്ന നിലയിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തുന്നു. അതിർത്തിയിലെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയതായി വെളിപ്പെടുത്തുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അമേരിക്കയുടെ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഫയൽ ചെയ്ത രേഖകളിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇന്ത്യയെ സംഭാഷണത്തിന് പ്രേരിപ്പിക്കാനും ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാനും അമേരിക്കയോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചുവെന്നും അമേരിക്കയുടെ മധ്യസ്ഥതയെ സ്വാഗതം ചെയ്യുന്നു എന്നും ഈ രേഖകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹായം പാകിസ്ഥാൻ അങ്ങോട്ട് അമേരിക്കയോട് അഭ്യർത്ഥിച്ചതാണ്. ട്രംപ് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ തന്നെ നേതാക്കൾ അക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചതാണ്. അമേരിക്കൻ സഹായം തേടിയിട്ടുണ്ട് എന്നത് അതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സഹായത്തിന് പ്രതിഫലമായി കൂടുതൽ നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങളും പ്രത്യേക പ്രവേശനവും നിർണായക ധാതുക്കളും പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്തെന്നും ഈ രേഖകളിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ കടന്നുപോയ സാഹചര്യം എന്താണ് എന്നത് വെളിപ്പെടുത്തുന്നതാണ് ആ രേഖകൾ. ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ് ഇത്തരമൊരു നീക്കം അതിർത്തിയിൽ നടക്കുന്നത്. അവിടെ ഡ്രോണുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്, മറ്റ് ഭീഷണി സന്ദേശങ്ങളൊക്കെ വരുന്നത്. പാക് പിന്തുണയുള്ള ഭീകരവാദ സംഘടനകൾ ഇത്തരം ശ്രമങ്ങൾ തുടരും എന്നത് ഇന്ത്യ തന്നെ ഇന്ത്യയുടെ ബോധ്യത്തിലുള്ള കാര്യം തന്നെയാണ്. അതിന് ശക്തമായി പ്രതികരിക്കാൻ അറിയാമെന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാണിച്ചു കൊടുത്തതുമാണ്. ഇനിയൊരു ഭീകര പ്രവർത്തനം ഉണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കരുതും എന്നത് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയും പോലെയാകും ഇന്ത്യയോട് ഇനി കളിക്കാൻ പാകിസ്ഥാൻ നോക്കുന്നത്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ് സിബിഐക്ക് മുന്നിൽ നിന്ന് ഹാജരായി. വിജയിയെ സിബിഐ ചോദ്യം ചെയ്തു. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വിജയ് ഹാജരായത്. എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന സംഭവത്തിൽ സിബിഐ എന്തിനാണ് വിജയിയെ ഡൽഹിയിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന ഒരു സംശയം DMK ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കകൾ നിലനിന്ന ഒരു സമയമാണ്, ഒരു പകലാണ് ഇന്ന് കടന്നുപോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ആ അപകടത്തിൽ 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പാർട്ടിയുടെ ആദ്യ വൻകിട സമ്മേളനത്തിലുണ്ടായ ഈ ആൾക്കൂട്ട ദുരന്തം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. അത് വിജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ നശിപ്പിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. സംഭവത്തിൽ തദ്ദേശീയമായ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സുപ്രീംകോടതി ഇടപെടുകയും കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിടുകയും ആയിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷം
രാഷ്ട്രീയത്തിലും കൂടുതൽ സജീവമായി വിജയ് വരികയും വിജയ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്യുമ്പോഴാണ് CBI ഇടപെടലുകൾ ഉണ്ടാകുന്നതും ഇപ്പോൾ ചോദ്യം ചെയ്യാനായി ഡൽഹിയിലേക്ക് വിജയിയെ വിളിപ്പിച്ചതും. ചെന്നൈയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് വിജയ് ഡൽഹിയിലെത്തിയത്. അടിമുടി കറുപ്പണിഞ്ഞുകൊണ്ടായിരുന്നു താരം CBIക്ക് മുന്നിലേക്ക് എത്തിയത്. നീലാങ്കരയിലെ വസതിയിൽ നിന്ന് കറുപ്പ് ഷർട്ടും പാൻസും ധരിച്ച് കയ്യിൽ സെഡ് ബാഗുമായി താരം പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ വിജയ് 20 കിലോമീറ്ററോളം റേഞ്ച് റോവറിൽ സഞ്ചരിച്ചാണ് CBI ആസ്ഥാനത്ത് എത്തിയത്. TVKയുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് ഡൽഹി പോലീസ് കനത്ത സുരക്ഷയായിരുന്നു വിജയുടെ ചോദ്യം ചെയ്യാനുള്ള വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയത്. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് CBI പ്രധാനമായും പരിശോധിച്ചത്. ഇന്ന് CBI 5 മണിക്കൂറാണ് വിജയിയെ ചോദ്യം ചെയ്തത്. CBIക്ക് അറിയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാം. കരൂരിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ആരാണ്? വിജയ് എപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? കരൂർ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? പോലീസുമായി ഏകോപനം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആയിരുന്നു CBI ചോദിച്ചറിഞ്ഞത് എന്നതാണ് മനസ്സിലാകുന്നത്. വേദിയിൽ 7 മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയിരുന്നത്. എന്തുകൊണ്ട് വൈകി, എന്താണ് അതിനുള്ള കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI അന്വേഷിച്ചു. ഷെഡ്യൂൾ ചെയ്ത സമയത്തിനും വേദിയിലെത്തിയതിനും ഇടയിൽ വലിയ വ്യത്യാസം എന്തുകൊണ്ട് വന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന കാര്യം. അതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം. തിക്കിലും തിരക്കിലും പെട്ട അപകടമുണ്ടായത് വിജയ് എപ്പോഴാണ് അറിഞ്ഞത്? വിജയ് വേദിയിൽ എത്തിയതും പോയതുമായ കൃത്യമായ സമയം തുടങ്ങിയ ചോദ്യങ്ങളാണ് CBI വിജയിയോട് ചോദിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തായാലും 5 മണിക്കൂർ നീണ്ട ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് CBI കടക്കുമോ എന്നതൊക്കെയുള്ള ആശങ്കകൾ വിജയ് ആരാധകരെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം 5 മണിക്കൂർ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈക്കടുത്തുള്ള പണയൂരിലെ TVK ആസ്ഥാനത്ത് നിന്ന് വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ CBI ഇടപെടൽ വളരെ ശക്തമായി ഈ ഘട്ടത്തിൽ വരുന്നു. അതിനെ വളരെ സംശയത്തോടെ DMK ഉറ്റുനോക്കുന്നത് കൂടി ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. കരൂരിൽ നടന്ന സംഭവത്തിൽ ദില്ലിയിൽ എന്തിന് അന്വേഷണം എന്ന ഒരു സംശയമാണ് DMK വക്താവായ ശരവണൻ അണ്ണാദുരൈ ചോദിച്ചിരിക്കുന്നത്. ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഭയപ്പെടുത്താനാണോ എന്ന സംശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. വിചാരണയും ഇനി ഡൽഹിയിൽ നടക്കുമോ എന്നതാണ് ശരവണൻ ചോദിച്ചത്. CBI നടപടികൾ അന്യായവും നിയമവിരുദ്ധവുമാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ചോദ്യം ചെയ്യലിനായി വിജയ് ഹാജരായി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. കരൂർ റാലിയുടെ ആസൂത്രണം മുതൽ ദുരന്തം നടന്ന സമയം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് CBI വിജയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു എന്നതാണ് മനസ്സിലാകുന്നത്. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ പാർട്ടിയുടെ മുതിർന്ന ഭാരവാഹികളിൽ നിന്നും CBI മൊഴിയെടുത്തിരുന്നു. സമ്മേളനത്തിനാവശ്യമായ അനുമതികൾ വാങ്ങുന്നതിലോ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലോ വീഴ്ചയുണ്ടായോ എന്നതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് CBI വൃത്തങ്ങൾ കരുതുന്നത്. നമുക്കറിയാം 41 പേരുടെ മരണത്തിനിടയാക്കിയ കാര്യമാണ്. അവിടെ എവിടെ വീഴ്ച വന്നു എന്നത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടുന്ന സാഹചര്യം തന്നെ ഉണ്ട്. അത് ഏത് വ്യക്തിയായാലും എന്താണ് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കണം അന്വേഷണ ഏജൻസികൾക്ക്. പക്ഷേ ഇവിടെ CBI ഇടപെടുമ്പോൾ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നതാണ്. തമിഴ്നാട്ടിൽ ഈയിടെ പുറത്തുവന്ന സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ കൂടുതൽ പേർ പിന്തുണച്ചത് വിജയിയാണെന്ന് നമുക്ക് കാണാം. തമിഴ്നാട്ടിൽ നിർണായക ശക്തിയായി വിജയുടെ TVK എന്ന രാഷ്ട്രീയ പാർട്ടി മാറുകയാണ്. വിജയ് ഈ കേസിൽ പെടുമ്പോൾ തന്നെ വിജയിയെ ഒപ്പം നിർത്താനുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. BJP സഖ്യസാധ്യതകൾ തേടിയിരുന്നു. കോൺഗ്രസും അത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നു. DMKയിൽ നിന്ന് കോൺഗ്രസ് അകലുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ഒറ്റ മുന്നണിയായി തന്നെ ഉണ്ടാകും എന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ വലിയ ഒരു ശക്തിയായി TVK മാറുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്താനാണോ എന്ന സംശയം DMK ഉന്നയിക്കുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. അതായത് നമുക്കറിയാം അന്വേഷണ ഏജൻസികളെ
കേന്ദ്ര സർക്കാർ പല വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്വേഷണ ഏജൻസികളെ ചൂണ്ടി അന്വേഷണ ഭീഷണി ഉയർത്തിക്കൊണ്ട് പലരെയും ഒപ്പം നിർത്തുകയും പല നീക്കങ്ങളും നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് DMK ഇത്തരമൊരു സംശയം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. പക്ഷേ നമുക്കറിയാം, തമിഴ്നാട്ടിൽ DMKയെയും BJPയെയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് വിജയ് അദ്ദേഹത്തിന്റെ TVK എന്ന പാർട്ടി നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് DMKയുടെ ആശങ്ക. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. BJPയെ സംബന്ധിച്ച് അവിടെ വലിയ പ്രതീക്ഷയാണുള്ളത്. ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത സാധ്യതകൾ, തെരഞ്ഞെടുപ്പ് സാധ്യതകൾ, അതിന് വിജയിയെ ഒപ്പം കിട്ടിയാൽ കൊള്ളാം എന്ന ചിന്ത BJPയെ സംബന്ധിച്ച് ഉണ്ട് എന്നത് ഒരു വസ്തുതയുമാണ്. ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് മുൻപ് തന്നെ പക്ഷേ സൈനിക നടപടി പരിഗണനയിലാണ് എന്നും ട്രംപ് പറയുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള ആർത്തിയോടെ പ്രതികരിക്കുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആക്രമിച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. ഇത് മേഖലയിൽ വലിയ ആശങ്ക തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇറാനിൽ 2 ആഴ്ചയായി സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കങ്ങളിൽ ഇതുവരെ 538 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയാണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ടവരിൽ 490 പേർ പ്രക്ഷോഭകാരികളും 48 പേർ ഇറാൻ സുരക്ഷാ സേനാംഗങ്ങളും ആണ് എന്നതാണ് മനസ്സിലാകുന്നത്. 10,000-ലധികം പേരെ ഭരണകൂടം തടവിലാക്കിയതായും കണക്കുകൾ പറയുന്നു. ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി ഈ മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനിലുടനീളം ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ യഥാർത്ഥ വിവരങ്ങൾ പുറം ലോകം അറിയാൻ വൈകുകയുമാണ്. 2022 നടന്ന പ്രക്ഷോഭ സമയത്ത് പിടിയിലായവരുടെ കണക്കുകൾ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി കൃത്യമായി പുറത്തുവിട്ടിരുന്നതിനാൽ ഈ കണക്കുകൾ ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് എന്നതാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സഹായം വേണമെങ്കിൽ തേടും എന്ന് പോലും പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. അവർ തമ്മിൽ മുടക്കി നിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഇറാനിലെ സാഹചര്യങ്ങളിൽ മസ്കിന്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് തേടും എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രക്ഷോഭകർക്കെതിരെ മാരകമായ ബലപ്രയോഗം തുടർന്നാൽ അമേരിക്ക ഇടപെടും എന്നതാണ് ട്രംപ് ഇന്നുയർത്തിയ ഭീഷണി. നേരത്തെ തന്നെ ട്രംപ് ഇക്കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. നിലവിലെ ഇറാനിലെ സ്ഥിതിഗതികൾ US സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം കൂടി വരുന്നു. സൈനിക ഇടപെടൽ ഉൾപ്പെടെയുള്ള ശക്തമായ നീക്കങ്ങൾ ആലോചിക്കുന്നതായാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏറെ ഗൗരവത്തോടെയാണ് ഇറാനിലെ സ്ഥിതിഗതികൾ തങ്ങൾ നോക്കിക്കാണുന്നതെന്ന് ട്രംപ് പറയുന്നു. ശക്തമായൊരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. ഇറാൻ നേതാവ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അവർ ചർച്ച ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ട്രംപ് പറയുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്കുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ ആക്രമണത്തിനുള്ള തീരുമാനം ഉണ്ടായേക്കും എന്നതാണ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി. There seem to be some people killed that aren't supposed to be killed. These are violent. If you call them leaders, I don't know if they're leaders or just they rule through violence. But we're looking at it very seriously. The military is looking at it, and we're looking at some very strong options. We'll make a determination. ഓരോ മണിക്കൂറിലും ഇറാനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് തനിക്ക് വിവരം ലഭിക്കുന്നുണ്ടെന്നും ലക്ഷ്യത്തിലേക്ക് തങ്ങൾ എത്തിച്ചേരുമെന്നുമാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത്. ആക്രമിക്കാനുള്ള ലക്ഷ്യമാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. പ്രത്യാക്രമണം സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇറാൻ അത്തരത്തിൽ ആക്രമിച്ചാൽ മുമ്പെങ്ങും കാണാത്ത രീതിയിൽ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. അതേസമയം വലിയ മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് ഇറാൻ ഇതിനോടകം നൽകിയിട്ടുള്ളത്. അത് ആവർത്തിക്കുകയാണ് ഇറാൻ. പ്രതിഷേധക്കാർക്ക് പിന്നിൽ ഇസ്രയേലും അമേരിക്കയുമാണെന്നാണ് ഇറാൻ നേതൃത്വം ആരോപിക്കുന്നത്. ഈ രാജ്യത്തെ ആക്രമിച്ച അതേ ആളുകളാണ് നിലവിലെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. അവർ തീവ്രവാദികളെ വിദേശത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു.
അവർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല. ഈ രാജ്യത്തിന്റെ ഭാഗമായുള്ളവർ പ്രക്ഷോഭത്തിനൊപ്പം ഉണ്ടെങ്കിൽ അവർ പ്രതിഷേധിക്കട്ടെ. അവരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാമെന്നും പെഷസ്കിയാൻ പറയുന്നു. از مردم عزیزمون و همان گونه که قبلا بود درخواست اینه که در هر محله اینا جمع شن و اجازه ندن آشوبگری کنن. مردم باید در صحنه باشن. مردم نگرانی دارن، ما با اونا میشینیم و وظیفمونه نگرانی اونا رو حل کنیم. ولی وظیفه بالاتر اینه که اجازه ندیم یه عده آشوبگر بیان کل جامعه رو به هم بریزن. اعتراض حق مردم و ما موظفیم اعتراض اونا رو جواب بدیم. ولی اختشاش و حمله به اماکن عمومی، آتش زدن مسجد، آتش زدن کتاب خدا، یعنی اصلا اینا نقشه است که آمریکا و اسرائیل ഭീകരരിൽ നിന്നും രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശക്തികളിൽ നിന്നും അകലം പാലിക്കാൻ പെഷസ്കിയാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇറാൻ പാർലമെന്റിൽ സംസാരിച്ച സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഗ് US സൈന്യത്തെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കി. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ US-ന്റെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും യുദ്ധക്കപ്പലുകളുമായിരിക്കും ആദ്യം ആക്രമിക്കുകയെന്നാണ് ഖാലിബാഗ് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്ക തുലയട്ടെ എന്ന് പാർലമെന്റിലെ അംഗങ്ങൾ ഒന്നടങ്കം മുദ്രാവാക്യം മുഴക്കുന്നതും വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനിൽ ആക്രമണമുണ്ടായാൽ ശക്തമായ പ്രത്യാക്രമണം നടത്താനുള്ള നീക്കങ്ങൾ ഭരണകൂടം തുടങ്ങിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചർച്ചയ്ക്കുള്ള സാധ്യതകളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപേ ആക്രമിക്കാനാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കയും ഇസ്രയേലും ആളിക്കത്തിക്കുന്ന പ്രശ്നങ്ങളാണ് ഇറാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 8 വലിയ യുദ്ധങ്ങളാണ് താൻ ഒത്തുതീർപ്പാക്കിയതെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. തടയുന്ന ഓരോ യുദ്ധത്തിനും നൊബേൽ സമ്മാനം ലഭിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ 8 നൊബേൽ സമ്മാനത്തിന് തനിക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നത് ട്രംപാണ്. ചർച്ചകൾക്ക് അവസരമുണ്ടെങ്കിലും അതിനു മുന്നേ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കുന്നതും ഇതേ ട്രംപ് തന്നെയാണ്. ട്രംപിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യം. വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയോടും ഭീഷണി മുഴക്കിയിരിക്കുന്ന ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന ട്രംപിനെ ലോകസമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയായാണ് പ്രഖ്യാപിക്കേണ്ടത്. ഇനി നോക്കാം മറ്റു ചില വാർത്തകൾ വേഗത്തിൽ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വിമർശനം. മകൻ SP ആയതുകൊണ്ടാണോ ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതെന്ന ചോദ്യം. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് ഹൈക്കോടതി. തന്ത്രി കണ്ഠരര് രാജി വരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. തന്ത്രി റിമാൻഡിൽ തുടരുന്നു. ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനെന്ന് രാഹുൽ ഈശ്വർ. ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളോട് കുറച്ചെങ്കിലും സ്നേഹം കാണിച്ചയാളാണ് കടകംപള്ളി. യുവതി പ്രവേശന വിധി തെറ്റാണെന്ന് മുഖ്യമന്ത്രിയുള്ള വേദിയിൽ പരസ്യമായി പറഞ്ഞ ഏക ആളാണ് കടകംപള്ളി സുരേന്ദ്രനെന്നും രാഹുൽ ഈശ്വർ. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ മന്ത്രി KP ഗണേഷ് കുമാർ. മോഷ്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അകത്ത് കയറ്റിയതും തന്ത്രിയെന്ന് വിമർശനം.
വാജിവാഹനം മോഷ്ടിച്ചത് ആരെന്നും മന്ത്രി. ശബരിമല മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ഇന്ന് തിരക്കിൽ കുറവ്. തീർത്ഥാടകർ തടസ്സങ്ങളൊന്നുമില്ലാതെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന അവസ്ഥയാണ്. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്തെത്തിയത്. ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. 11 ദർശന സൗകര്യം. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഭക്തിസാന്ദ്രം. മകരസംക്രമം 14. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകർക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രം. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടായിരുന്നതെന്നും ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിമർശനം. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ചാർജ് മെമ്മോ നൽകിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ISROയുടെ ചരിത്രത്തിൽ ആദ്യമായി തുടർ തിരിച്ചടി. PSLV C-62 വിക്ഷേപണം പരാജയപ്പെട്ടത് 3ാം ഘട്ടത്തിൽ. സംഭവിച്ചതെന്തെന്ന് പരിശോധിക്കുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായൺ. ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയിൽ. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. കേസ് 21 വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് നിർമ്മാതാക്കൾ സുപ്രീംകോടതിയിലെത്തിയത്. സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായാൽ ഈ ആഴ്ച തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തിക്കാനാണ് നീക്കം. സർവകലാശാലകളടക്കം BJP ലക്ഷ്യം വെക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി തെരുവിലിറങ്ങി നടത്തിയ കോപ്രായങ്ങൾ നമ്മൾ മറക്കരുത്. യഥാർത്ഥ വില്ലൻ BJPക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ആണെന്നും ബ്രിട്ടാസ്. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. ടോൾ പിരിവ് തടഞ്ഞ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതോടെ ഇന്ന് രാവിലെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തുടങ്ങിയത്. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസിനെതിരെ എതിർപ്പുമായി കോൺഗ്രസ് അധ്യാപക സംഘടന KPSTA. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന തരം ചോദ്യങ്ങളാണ് ക്വിസിലുള്ളതെന്ന ആരോപണം. അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ആരാണ് എന്നതടക്കം ചോദ്യങ്ങൾ. പല ചോദ്യങ്ങളുടെയും ഉത്തരം മുഖ്യമന്ത്രി എന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി PRDയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പിന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. 13 ജില്ലകളിലൂടെ ഘോഷയാത്രയ്ക്ക് ശേഷം തൃശൂരിലെത്തിയ സ്വർണ്ണക്കപ്പ് കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും ചേർന്ന് സ്വീകരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കപ്പെത്തിയത്. തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലൂടെ പര്യടനത്തിന് ശേഷം സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിൽ എത്തും. 14 രാവിലെ 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി നേരിമംഗലം റോഡിൽ കരിമണലിന് സമീപം കാർ യാത്രക്കാർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. പൂപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ദേശീയപാത 85 ഗതാഗത തടസ്സം മൂലം ഇവർ വെള്ളത്തൂവൽ കല്ലാർകുട്ടി വഴി യാത്ര ചെയ്യുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇനി സായനയാത്രയിലേക്ക്. ഇടുക്കിയിലെ മാതൃകാ കർഷകനായ രാജാക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം സമൃദ്ധമായ വിളനിലം മാത്രമല്ല, ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 56 ഇനം പച്ചക്കറികളാണ് 4 പതിറ്റാണ്ടിലധികമായി ഈ കർഷകൻ ഇവിടെ പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനും നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. അവിടേക്കാണ് ഇന്നത്തെ നമ്മളുടെ സായനയാത്ര. ഇതൊരു വെറും യാത്രയല്ല, പഠിക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു യാത്രയാണ്. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പമാണ് കൃഷ്ണൻ ഇടവിളയായി 56 ഇനം
കൃഷിപരിപാലനത്തിനും ചെലവിനുമുള്ള പണം ഇടവിളകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രധാന വിളകൾക്ക് വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ കൃഷി ലാഭകരമാണ്. 56 ഇനം ശീതകാല പച്ചക്കറികൾ ജൈവ രീതിയിലാണ് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ജൈവ കൃഷി ലാഭകരമാണ്. അതിൽ ചൈനീസ് കാബേജ്, ലെറ്റൂസ്, വയലറ്റ് കാബേജ്, സാധാ കാബേജ്, കോളിഫ്ലവർ, വെറൈറ്റി ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പണിക്കാറുണ്ട്. ഭാര്യ ലാഭമില്ലാതെ നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. എല്ലാവരുടെയും സഹകരണം, കൃഷിഭവൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ജൈവവളം ഇട്ട് ജൈവവളവും ജൈവ കീടനാശിനിയൊക്കെ നൽകിയാണ് ചേട്ടൻ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ തലമുറയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ കുറവാണ്. എന്നാൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇവിടെ ഒരു 6 ഏക്കറിൽ പച്ചക്കറി തന്നെ ചെയ്യുന്നത് ജൈവവളം മാത്രം. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇനി വരുന്ന തലമുറകൾക്ക് പകർന്നു നൽകാൻ ഒരു സന്ദേശം കൂടിയാണ്. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ എന്നിവയ്ക്കും വെല്ലുവിളിയാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത്. വാഴക്കിടവിളയായി കൂർക്ക, പയറ്, ബീൻസ് എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും കെയിൽ ലെറ്റ്യൂസ്, ചൈനീസ് ക്യാബേജ് തുടങ്ങിയവയാണ്. ജമന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവമാണ്. ഇടുക്കി ജില്ലയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ കണ്ടമംഗലം. കൃഷ്ണന് പിന്തുണയുമായി ഭാര്യ രാധയും ഒപ്പമുണ്ട്. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് 6 മണിക്കാണ് മടക്കം. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക്, കൃഷിയെ വരുമാനമാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാനും പഠിക്കാനും ഏറെയുണ്ട് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടത്തിൽ. ഇതറിയാനായി എത്തുന്നവരെ ഇരുകൈയും നീട്ടിയാണ് കൃഷ്ണൻ സ്വീകരിക്കുന്നത്. വ്യത്യസ്ത കൃഷിരീതികളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ദിവസവും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. എത്ര ഭംഗിയായി പരിപാലിക്കുന്ന കൃഷിയിടമാണ് എന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, അല്ലേ? രാജാക്കാട് സ്വദേശിയായ കൃഷ്ണൻ കണ്ടമംഗലത്തിൻ്റെ ഈ കൃഷിയിടം എന്ന് പറയുന്നത് ആർക്കും അവിടെ ചെല്ലാനും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എങ്ങനെയാണ് കൃഷി എന്നതിനെക്കുറിച്ചും രീതികളെക്കുറിച്ചും ഒക്കെ പഠിക്കാനും ഒക്കെ അവസരം നൽകുന്ന ഒരിടം കൂടിയാണ്. അതിന് തുറന്ന മനസ്സുള്ള വ്യക്തികളാണ് അവിടെ ഉള്ളത്, പ്രത്യേകിച്ച് ഈ കൃഷ്ണൻ കണ്ടമംഗലം. അതുകൊണ്ട് തന്നെ ഈ ശീതകാല കൃഷികൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനും അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ സായനയാത്രയിലേക്ക് അത് പരിഗണിച്ചത്, ആ റിപ്പോർട്ട് പരിഗണിച്ചത്. എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു കൃഷിയിടമാണ് അതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണും ആ റിപ്പോർട്ടെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വൈകുന്നേരം കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.